നീണ്ട 5 ദിവസമായിട്ടും തുടരുന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനാണ് ഇന്ത്യൻ എംബസി ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്ന അവർ ഇപ്പോൾ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയിൽ നിന്നും രക്ഷ നേടാനായി എംബസിയെ ബന്ധപ്പെട്ടപ്പോഴാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഇസ്രയേലിലെ ടെൽ അവീവിൽ നിന്ന് ജോർദാൻ ഈജിപ്ത് അതിർത്തി വഴിയാണ് ഇന്ത്യക്കാരെ മാറ്റാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇറാനിൽ നിന്നും 100 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം അർമേനിയ വഴി അതിർത്തി കടന്നിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ 2 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു. 25,000-ഓളം ഇന്ത്യക്കാർ ഇസ്രയേലിൽ മൊത്തമുണ്ട്. ടെൽ അവീവിൽ ഇറാൻ ആക്രമണങ്ങൾ തുടരുമ്പോൾ തന്നെ ടെഹ്റാനിൽ ഇസ്രയേലും വ്യോമാക്രമണം നടത്തുന്നുമുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ടെഹ്റാനിൽ വിവിധ സർവകലാശാലയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ അർമേനിയൻ അതിർത്തിയിൽ എത്തിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും വിമാനത്തിൽ നേരെ ഇന്ത്യയിലേക്ക് എത്തിക്കും. മാത്രമല്ല UAE വഴിയും വിദ്യാർത്ഥികളെ ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരെ ടെഹ്റാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതും ഇന്ത്യയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അർമേനിയൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ സംസാരിക്കുകയുണ്ടായി. 3000-ഓളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 20,000-ഓളം ഇന്ത്യക്കാർ ഇറാനിലുണ്ട് എന്നാണ് അറിവ്. അതേസമയം ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന 10,000-ഓളം വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിന് സുരക്ഷിതമായ വഴി ഒരുക്കണമെന്ന് ന്യൂഡൽഹിയുടെ അഭ്യർത്ഥനയ്ക്ക് ടെഹ്റാൻ അനുകൂലമായ മറുപടി നൽകിയിട്ടുമുണ്ട്. ഇന്ത്യയുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി വ്യോമാതിർത്തി അടച്ചതിനാൽ വിദ്യാർത്ഥികൾക്ക് അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കടക്കാൻ കര അതിർത്തികൾ ഉപയോഗിക്കാമെന്ന് ഇറാൻ ഉറപ്പു നൽകുകയും ചെയ്തു. ജൂൺ 15-ന് ഇറാനിലെ ഇന്ത്യൻ എംബസി പൗരന്മാർക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. എല്ലാ ഇന്ത്യൻ പൗരന്മാരും ഇന്ത്യൻ വംശജരും എംബസിയുമായി സമ്പർക്കം പുലർത്താനും അനാവശ്യമായ സഞ്ചാരം ഒഴിവാക്കാനും അപ്ഡേറ്റുകൾക്കായി എംബസിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ പിന്തുടരാനും അവർ ആവശ്യപ്പെടുകയുണ്ടായി. നിലവിലെ സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ഇറാനിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അവരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും ഇന്ത്യൻ എംബസി വ്യക്തമാക്കുകയുണ്ടായി. ഇസ്രയേലിലെ ടെൽ അവീവിലും തുറമുഖ നഗരമായ ഹൈഫയിലും ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടി വെട്ടിച്ചുരുക്കി ഡൊണാൾഡ് ട്രംപ് ഒരു ദിവസം മുൻപേ മടങ്ങുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്. ഇറാനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതുകൂടി കണക്കിലെടുത്താണ് ഇന്ത്യയുടെ പൗരന്മാരെ ഒഴിപ്പിക്കൽ ഇത്ര വേഗത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാന ഉദ്യോഗസ്ഥന്മാരെല്ലാം മരണമടഞ്ഞതുകൊണ്ടും ഖമേനി ഒളിവിലായതുകൊണ്ടും തന്നെ ഇറാനെ ഈ ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആരും സഹായിക്കാനില്ല എന്നത് വല്ലാത്ത വെല്ലുവിളി തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നലെ പാകിസ്ഥാൻ കൂടി കൈവിട്ടതോടുകൂടി ഇറാന്റെ അരക്ഷിതാവസ്ഥ കൂടുതലായി എന്ന് വേണം പറയാൻ.